ഹലോ. അപ്പോൾ ഈ ഉച്ചതിരിഞ്ഞ് ഒരു 2-3 മണി സമയത്താണ് നമ്മുടെ പോകാനിരിക്കുന്ന തൃപ്പരപ്പ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടാൻ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് അത് ഫുൾ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ കിട്ടാൻ നമ്മുടെ നെട്ട, അതുപോലെ തന്നെ അത് കഴിഞ്ഞാണ് പോകുന്നത്. നെട്ടയുടെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചോളാം. അപ്പോൾ അതുവഴി പോയതുകൊണ്ട് ജസ്റ്റ് ഒരു വ്യൂ ഞാൻ എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾക്ക് തൃപ്പരപ്പിലോട്ട് പോകാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ പാർട്ടും ഞാനിടാം. അപ്പോൾ നമ്മുടെ ഇവിടെ തൃപ്പരപ്പെത്തി. ഫസ്റ്റ് നമുക്ക് വേണ്ടത് എൻട്രിയാണ്. എൻട്രിയിൽ തന്നെ പെർ ഹെഡ് 10 റുപ്പീസ് നമ്മൾ പേ ചെയ്യണം. എന്നിട്ട് വേണം ആ ടിക്കറ്റുമായിട്ട് തന്നെ നമുക്ക് പോവേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ 2 വശത്തും അതിൻ്റെ മുമ്പിലത്തെ ഭാഗം 2 വശത്തും ഒത്തിരി കടകളുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കൗണ്ടറിലെല്ലാം എത്തി. കൗണ്ടറിൽ നിന്ന് 10 രൂപ പേ ചെയ്ത്, കുഞ്ഞു കുട്ടികൾക്കില്ല, ബാക്കിയുള്ളവർക്കെല്ലാം ഉണ്ട്. അപ്പോൾ പേ ചെയ്ത് നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റും. അകത്തേക്ക് പോകുമ്പോഴത്തേനും ആദ്യം കാണുന്നത് ഗാർഡനാണ്. ഒരു ഗാർഡൻ പാർട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അതിനെ നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്ത് നല്ല ഹാർട്ടിൻ്റെ മോഡലൊക്കെ കട്ട് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ദൂരത്ത് നമുക്ക് കാണാൻ പറ്റും തൃപ്പരപ്പ് അരുവിയുടെ വ്യൂ പോയിൻ്റ്. ഇതുവഴി പോയാൽ വേറൊരു പാർക്കിൻ്റെ ഏരിയയാണ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നത്. ഇത് നമ്മുടെ മെയിൻ തൃപ്പരപ്പിൻ്റെ ആ ഒരു കുളിക്കാനുള്ള പ്ലേസിലാണ് നമുക്ക് പോകുന്നത്. ഫസ്റ്റ് ഞാൻ ആ പാർട്ടിൽ നിന്ന് കാണിച്ചു തരാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഇതെല്ലാം അവിടുത്തെ ഗാർഡൻ ഏരിയയാണ്. ഗാർഡൻ ഏരിയയിൽ തന്നെ ബ്യൂട്ടിഫുള്ളായിട്ട് ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഇന്ന് ഒത്തിരി ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ട്, അല്ലാണ്ട് ആൾക്കാരൊക്കെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് താഴോട്ട് പോകാൻ ഒരു സ്ലോപ്പ് അങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ. 2 സൈഡ് സ്റ്റോണിൻ്റെ കുറേ ഭാഗങ്ങളുമുണ്ട്. അപ്പോൾ ഇത് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു 5 രൂപ പേ ചെയ്ത് അതിന് നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഭാഗവും ഇവിടെയുണ്ട്. അതെല്ലാം അവൈലബിളാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് തൃപ്പരപ്പിലെ മെയിൻ പാർക്കിലോട്ട്, കുളിക്കുന്ന സ്ഥലത്താണ്, അരുവിയിലടുത്താണ്. അപ്പോൾ നമ്മുടെ എത്തി. ഇതാണ് സംഭവം. ഭയങ്കര വെള്ളച്ചാട്ടവും അതിൻ്റെ ശബ്ദവും ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തരാം. ഭയങ്കര ശബ്ദമായിട്ടുള്ള സ്ഥലമാണ്. ഭയങ്കര വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ തൃപ്പരപ്പ് അരുവി എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ മെയിനായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ കുളിക്കുന്നവർക്ക് കുളിക്കാം. മെയിനായി കുളിക്കാനാണല്ലോ വേണ്ടത്. പക്ഷേ ഞാൻ കുളിച്ചില്ല. അന്നത്തെ ദിവസം ഭയങ്കര റഷും കാര്യമൊക്കെയാണ്. കാരണം ഓണത്തിൻ്റെ ലീവൊക്കെ ആയതുകൊണ്ട് ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. മെയിനായി ഒത്തിരി ദൂരത്ത് ഇത് ബോർഡറിലായതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലുള്ള ആൾക്കാർ ഒത്തിരി ഉണ്ട്. അതുപോലെ തന്നെ ചിൽഡ്രൻസ് പാർക്കുണ്ട്. ചിൽഡ്രൻസിന് കളിക്കാനുള്ള ഒരു പാർക്ക് അവിടെ അവൈലബിളാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സ്വിമ്മിംഗ് പൂൾ അവൈലബിളാണ്. അത് 10 റുപ്പീസ് പേ ചെയ്ത് നമുക്ക് 1 അവർ വരെ കുളിക്കാം. അപ്പോൾ ചിൽഡ്രൻസ് പാർക്ക് അവൈലബിളാണ്. കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാൻ തക്ക എല്ലാ സംവിധാനവും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കുറേ ശില്പങ്ങൾ അവിടെ കാണാം. കൂടുതൽ സിംഹത്തിൻ്റെ ശില്പമാണ് അവിടെയാണ് വെച്ചിട്ടുള്ളത് കണ്ടത്. അപ്പോൾ പാർക്ക് ഏരിയ, പാർക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ഉണ്ട്. ഇതാണ് സംഭവം. അതിൻ്റെ പുറകുവശത്തായിട്ട് ഒരു നദി ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അതുപോലെ തന്നെ അത് കണ്ടു നിൽക്കാനും നല്ലൊരു വ്യൂ ആണ്. അത് നമുക്ക് ഒരു കാം ആൻഡ് ക്വയറ്റ് ഫീൽ നൽകുന്ന ഒരു സംഭവം തന്നെയാണ്. ഒരു ഗ്രീനിഷായിട്ട് കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഏരിയ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ടു നിൽക്കാം. അവിടെ കുറേ സ്റ്റോണൊക്കെ ഉണ്ട്. അവിടെ ഇരിക്കാം, ഫോട്ടോ നടക്കാം. മെയിൻ അവിടെ ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത്. സേവ് ദ ഡേറ്റിൻ്റെയൊക്കെ ഫോട്ടോഷൂട്ട് പലപ്പോഴും ഈ തൃപ്പരപ്പ് അരുവിയിൽ നടക്കാറുണ്ട്. അപ്പോൾ ഇത് കുറേ അങ്ങ് നീണ്ടു കിടക്കുകയാണ്. കുറച്ച് അങ്ങോട്ടും നല്ല വ്യൂ ആണ്. ഇതിൻ്റെ ഈ ഓപ്പോസിറ്റൊക്കെ സൈഡൊക്കെ കാണാൻ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത സ്ഥലം കവർ ചെയ്യണം. ഈ പാർക്കിൻ്റെ അപ്പുറത്തെ സൈഡിൽ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നമ്മൾ ഇനി തിരിച്ച് അടുത്ത പ്ലേസിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇനി തിരിച്ചിത് നടക്കണം. നമ്മൾ ആദ്യം കാണിച്ചില്ല മുകൾ ഭാഗം 2 സൈഡായിട്ട് ഡിവൈഡ് ആവുന്നുണ്ട്. അതിൻ്റെ മുകൾ ഭാഗമാണ് നമ്മളിനി കവർ ചെയ്യേണ്ടത്. തൃപ്പരപ്പ് അരുവി പ്ലസ് പൂള്, അതുപോലെ തന്നെ പാർക്ക്, ഇത് ഇത്രയും കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാർക്കിൻ്റെ പിൻവശത്തിലുള്ള
ആ ചെറിയ തടാകം പോലത്തെ ഒരു സംഭവം അതൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പാർട്ടിലോട്ടാണ് പോകേണ്ടത്. ഇത് കുറച്ച് ദൂരം നടന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് ഈ വ്യൂസ് എല്ലാം നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ മെയിൻലി ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ മണിമണ്ഡപം പോലത്തെ ഒരു സ്ഥലം. അത് ഈ നദി പോകുന്നുണ്ട്, അതിന് ക്രോസ് ചെയ്ത ഒരു പാലത്തിൻ്റെ അങ്ങേയറ്റമാണ് ഇതുപോലെ അങ്ങേയറ്റമാണ് ഇത് സംഭവം ഇരിക്കുന്നത്. അപ്പോൾ ഇതുവഴി നടന്നു പോകണം, നടന്നു പോയിട്ട് വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ അവിടെയാണ് കൂടുതൽ ഫോട്ടോഷൂട്ട് നടക്കുന്നത്. ഇതാണ് സംഭവം. നടന്നു പോയിട്ട് വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ നമ്മൾ പോയപ്പോൾ തന്നെ ഒരു സേവ് ദ ഡേറ്റ് നടന്നുകൊണ്ടിരുന്നു ഷൂട്ടൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേനും ഒരു ക്ഷേത്രത്തിൻ്റെ നടയാണ് കാണുന്നത്. അകത്ത് പോകുന്നവർക്ക് പോവാം, അല്ലാത്തവർക്ക് ഇനി അടുത്തൊരു പാർക്കും ഏരിയയും ലൊക്കേഷനും കാണാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് അടുത്ത ലൊക്കേഷൻ സ്ഥലത്താണ്. ഇതെല്ലാം ഒരു സ്ഥലത്താണ് കവറാവുന്നത്. നമ്മുടെ തൃപ്പരപ്പിനകത്ത് തന്നെ ഉള്ള സ്ഥലങ്ങളാണ്. നമ്മുടെ അരുവി കണ്ട്, പാർക്ക് കണ്ട്, അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂള്. അപ്പോൾ ഇത് വഴണ വഴിക്ക് ഈ കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു പൈനാപ്പിളൊക്കെ മേടിച്ച് കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒത്തിരി നടന്നതല്ലേ, അപ്പോൾ അങ്ങനെ കഴിച്ചിട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകേണ്ട സ്ഥലമാണ്. കുറേ സമയം അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, പൈനാപ്പിൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് കാണാൻ പറ്റുന്ന വുഡൻ ഡിസൈൻ വരുന്ന മതിലുകളാണ്. പക്ഷേ കുഞ്ഞുങ്ങൾ പോകുന്നവർ ശ്രദ്ധിച്ച് വേണം, കാരണം അതിന് അകത്തുകൂടെ വഴുതി പോകാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. സോ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. വുഡൻ പ്ലേസിൽ മതിൽ പോലെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടും നമ്മൾ കുറച്ച് പോകുമ്പോഴത്തേനും വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞ ശേഷം ഏകദേശം ഈവനിങ് ആയി. ഈ കയറി പോകുന്ന പാലമാണ്. പാലത്തിനോട് ചേർന്ന് തന്നെ നമുക്ക് രണ്ട് കാര്യങ്ങൾ അവിടെ കാണാൻ സാധിക്കും. ഒന്ന്, ബോട്ടിങ് ചെയ്യുന്നവർക്ക് ബോട്ടിങ് ചെയ്യാം, അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇന്നൊന്ന് പാർക്കുണ്ട്, കളിക്കാനുള്ള പാർക്കുണ്ട്. ഞാൻ അവിടേക്ക് പോയില്ലെന്ന് വെച്ചാൽ നല്ല ഈവനിങ് ആയി. അതുപോലെ തന്നെ ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള വെള്ളച്ചാട്ടവും നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ പാലത്തിൽ നിന്ന് എല്ലാം കവറാവുന്നത് പോലെ കാണാൻ പറ്റും. അതാണ് ഏറ്റവും നല്ലൊരു വ്യൂ. അപ്പോൾ ഇത്രയും നമ്മുടെ തൃപ്പരപ്പ് ഭാഗത്ത് കാണാനുള്ള. പിന്നെ കുറേ ചിപ്സിൻ്റെ കടയൊക്കെ ഉണ്ട്, അത് വേണമെന്നുള്ളവർക്ക് വാങ്ങാം. അല്ലാത്ത കടകളുണ്ട്, ജ്യൂസിൻ്റെ കടകളൊക്കെ ഉണ്ട്, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാം. അപ്പോൾ ഇതാണ് ഫുൾ ഡീറ്റെയിൽ തൃപ്പരപ്പ്.